ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടെക് ആൻഡ് കുക്ക് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് ബിജു. ഞാൻ ചേർത്തല സ്വദേശിയാണ്. ടെക് ആൻഡ് കുക്ക് എന്ന പേര് എൻ്റെ ചാനൽ ഇടുന്നതിനുള്ള കാരണം ഞാൻ ബേസിക്കലി പ്രൊഫഷണലി ഞാനൊരു കുക്കാണ്. പിന്നെ അത്യാവശ്യം സോഫ്റ്റ്വെയർ നോളജും കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഒരു ടെക്നിക്കൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ നിങ്ങൾക്കിത് വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കാം. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയുടെ സെയിം കണ്ടന്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും. പക്ഷെ ഞാനതിൻ്റെ പോരായ്മകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ മാറിയ ഈ സാഹചര്യത്തിൽ ജിയോ അതിൻ്റെ റീചാർജ് നിരക്കുകൾ കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ജിയോയെ വളരെ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റുന്ന ഒരു ഈസി ടെക്നിക്കാണ് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. ഡേറ്റകൾ മാത്രമാണ് കിട്ടുന്നത്. മൊബൈൽ ഡേറ്റ മാത്രമേ അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിന് വേണ്ടത് ഒരു 5G മൊബൈലാണ് വേണ്ടത്. കാരണം 5G ഓൺലി മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. കാരണം ജിയോയുടെ പുതിയ ഒരു ഓഫറാണ്. പുതിയ ആളുകളെ 5G നെറ്റ്വർക്കിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരിറക്കിയ ഒരു ഓഫറാണ് ജിയോ 5G വെൽക്കം ഓഫർ. ഈ ഓഫറാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ ആധാരം. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു മൊബൈൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് 5G മോഡിലേക്ക് നിലനിർത്താൻ സാധിക്കത്തില്ല. എപ്പോഴും മൊബൈൽ അതിൻ്റെ റേഞ്ച് വ്യത്യാസത്തിനനുസരിച്ച് എപ്പോഴും സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും. 5Gയിൽ നിന്നും 4Gയിലേക്കും 4Gയിൽ നിന്നും 5Gയിലേക്കും ചെറിയ ഒരു വേരിയേഷൻ റേഞ്ചിലുണ്ടായാൽ പോലും സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഓഫറിൻ്റെ പ്രയോജനം എപ്പോഴും ലഭിക്കണമെന്നില്ല. കാരണം 4G നെറ്റ്വർക്കിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ, നെറ്റ്വർക്കാണ് മൊബൈലിൽ ആ സമയത്തുള്ളതെങ്കിൽ, നമ്മുടെ 4G നെറ്റ്വർക്കിലുള്ള അൺലിമിറ്റഡ് ഡേറ്റ എത്ര MB ആണോ എത്ര GB ആണോ അത് ഉപയോഗിച്ച് തീർന്നു പോകും. 5G ഓൺലി നെറ്റ്വർക്കിലേക്ക് നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഓഫർ പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. അതിനായിട്ട് നിങ്ങൾ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനായിട്ട് പ്രത്യക്ഷത്തിൽ ഒരു സെറ്റിങ്സും കാണാൻ സാധിക്കത്തില്ല. ഇത് 5G മോഡിലേക്ക് നിലനിർത്താൻ വേണ്ടി മാത്രം ഒരു സെറ്റിങ്സ് കാണാൻ. അതിനായിട്ട് ഒരു ഹിഡൻ മെനു അല്ലെങ്കിൽ ഹിഡൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൻ്റെ, ഞാനിപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ സയോമിയുടെ സബ് ബ്രാൻഡായ പോക്കോ F5 എന്നൊരു മൊബൈലാണ്. സെയിം സെറ്റിങ്സ് തന്നെയാണ് സയോമിയുടെ മറ്റ് സബ് ബ്രാൻഡുകളായ MI, റെഡ്മി, സയോമി എന്നിവയ്ക്കുള്ളത്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് സയോമിയുടെ ഏത് ബ്രാൻഡ് മൊബൈലായാലും അതിൻ്റെ സെറ്റിങ്സ് മെനുവിലേക്ക് പോവുക. ഞാനിവിടെ സെറ്റിങ്സ് മെനു എടുത്തു. അതിനുശേഷം എബൌട്ട് ഫോൺ എന്നുള്ള സബ് മെനു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ക്രോൾ ഡൗൺ ചെയ്ത് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആൻഡ് സ്പെക്സ് എന്നുള്ളത് പോപ്പപ്പ് ചെയ്യുക. വീണ്ടും സ്ക്രോൾ ചെയ്യുക. അതിനിടയിൽ ഇന്റേണൽ സ്റ്റോറേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ 4-5 തവണ ടാപ്പ് ചെയ്യുക. കണ്ടിന്യൂസ് ടാപ്പിംഗ് ആയിരിക്കണം. 4-5 തവണ കണ്ടിന്യൂസ് ടാപ്പ് ചെയ്യണം. അപ്പോഴത്തേക്കും ഫോൺ ഇൻഫർമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു മെനു ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങളുടെ സിം ജിയോ സിം 1-ലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഫോൺ ഇൻഫർമേഷൻ 1 എടുത്താൽ മതി. 2-ലാണ് ജിയോ സിം ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ 2 എടുക്കുക. ഇപ്പം ഞാൻ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ഫോൺ ഇൻഫർമേഷൻ 1-ലാണ്. അതെടുക്കുക. അതിനുശേഷം നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും നെറ്റ്വർക്ക് ഇത് കാണാൻ പറ്റും. NRLT ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് സെലക്ഷൻ ഇത് കൊടുത്തേക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ കുറേ ഓപ്ഷൻ, നെറ്റ്വർക്ക് ഓപ്ഷൻ കാണും. അതിനകത്ത് NR only എന്നുള്ളൊരു മോഡ് സെലക്ട് ചെയ്യുക. വീണ്ടും സ്ക്രോൾ ഡൗൺ ചെയ്യുക, റിഫ്രഷ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, റൺ പിങ് ടെസ്റ്റ് നടത്തുക. അതിനുശേഷം നിങ്ങൾ സെറ്റിങ്സിൽ നോക്കി അറിയാം. ഇപ്പോൾ ജിയോ ട്രൂ 5G എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ NR only എന്ന
മോഡ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ 5G ഓൺലി സെറ്റിങ്സ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് മൊബൈൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് പഴയ രീതിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഈ ഹിഡൻ മെനു വീണ്ടും ഓപ്പൺ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് മൊബൈലിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് പ്രിഫേർഡ് നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് നെറ്റ്വർക്ക് മോഡ് 4Gയിലേക്ക് സ്വിച്ച് ചെയ്യുക. വീണ്ടും 5Gയിലേക്ക് ആക്കി കഴിയുമ്പോഴത്തേക്കും പഴയ രീതിയിലേക്ക് തന്നെ പോകും. ഓട്ടോമാറ്റിക് സെലക്ഷൻ ആയിക്കോളും. ഇത് തിരിച്ച് റിവേഴ്സ് നിങ്ങൾക്ക് പഴയ പോലെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെനുവിൽ കയറിയിട്ട് മൊബൈൽ നെറ്റ്വർക്ക്സ് എടുക്കുക. അതിനകത്ത് ജിയോ സെലക്ട് ചെയ്യുക. പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ് അത് ആദ്യം പ്രിഫറബിലിറ്റി ആക്കുക. വീണ്ടും അത് പ്രിഫർ 5G ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നെറ്റ്വർക്ക് സെലക്ട് ആയിക്കോളും. 5G ഉൾപ്പെടെയുള്ള നെറ്റ്വർക്ക് സെലക്ട് ആയിക്കോളും. ഈ 5G ഓൺലി മോഡ് അല്ലെങ്കിൽ NR ഓൺലി എന്ന മോഡ് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത്, എനിക്ക് അനുഭവപ്പെട്ട ഒരു പോരായ്മ, NR ഓൺലി എന്ന മോഡിലേക്ക് ഇടുമ്പോൾ നമുക്ക് കോളുകൾ ചെയ്യാനോ റിസീവ് ചെയ്യാനും സാധിക്കുന്നില്ല എന്നുള്ളതൊരു പോരായ്മയാണ്. അത് എല്ലാ മൊബൈലിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉപയോഗിക്കുന്ന മൊബൈലിൽ അങ്ങനെയാണ്. സാമിയുടെ മറ്റു ബ്രാൻഡുകളിലും എങ്ങനെയാണെന്നും എനിക്കറിയില്ല. ഞാൻ ഉപയോഗിക്കുന്ന പോക്കോ F5 എന്ന ഈ മൊബൈലിൽ അങ്ങനെയാണ്. അത് സോഫ്റ്റ്വെയറിൻ്റെ കുഴപ്പമാണോ, ഇനി അപ്ഡേഷൻ വരുമ്പോൾ മാറുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വേറൊരു കാരണമാകാം. കാരണം ഈ NR ഓൺലി എന്നുള്ള മോഡലിൽ വോയിസ് ഓവർ NR എന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. അല്ലെങ്കിൽ ആ മോഡം അത് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല നമുക്ക് ഈ ഫെസിലിറ്റി കിട്ടാത്തത്. കാരണം NR ഓൺലി എന്ന മോഡലിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ കോൾ ചെയ്യാനോ റിസീവ് ചെയ്യാനോ കഴിയുന്നില്ലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഡേറ്റ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ, നിങ്ങൾ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡേറ്റയാണ്. നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പുതിയ ജിയോ സിം ഡേറ്റയ്ക്ക് വേണ്ടി മാത്രം വാങ്ങുക. കോൾ ചെയ്യുന്നതിന് വേണ്ടി സെക്കൻഡറി സിം ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഡേറ്റ പരിപൂർണമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. 239 മുകളിലോട്ട് റീചാർജ് ചെയ്താൽ മാത്രമേ മുമ്പ് ജിയോ ഈ ഓഫർ കിട്ടത്തുള്ളായിരുന്നു. ഇനി അതിന് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ 299 മുകളിലോട്ട് വല്ല റീചാർജ് ചെയ്താലേ കിട്ടുമോ എന്നെനിക്കറിയില്ല. ഏതായാലും നിലവിൽ ഇങ്ങനൊരു ഓഫർ ലഭ്യമാണ്. ജിയോ ഇത് എത്ര നാൾ ഈ വെൽക്കം ഓഫർ നിലനിർത്തും എന്നും എനിക്കറിയില്ല. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയുള്ള എൻ്റെ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു. ഞാനൊരു മൊബൈൽ ക്യാമറയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാകും. എല്ലാവരും സദയം ക്ഷമിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം.